അത് തന്നെ പറയണം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ നടന്ന ഈ ഗ്യാങ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇപ്പം ഷമീർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന് ഓൻ എൻ്റെ അത്രയും പ്രിയപ്പെട്ടവനാന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ? ഷമീറിനെ കയറ്റി കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഓന് റീച്ച് കയറൂല. അതേപോലെ തന്നെ ആദിൽ ഏതെങ്കിലും ഒരുത്തനാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഓന് റീച്ച് കയറില്ല. എൻ്റെ അനിയനാന്ന് എനിക്ക് പറയണം. അതായിരുന്നു നമ്മളെ സ്ക്രിപ്റ്റ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്തതാ. അപ്പം ഓൻ എൻ്റെ അനിയനാന്ന് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്നത്തെ ഓൻ ആദ്യമായിട്ട് ലൈവിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഡിസ്റ്റൻറ്റ് കസിനാന്ന് ആദിൽ ഞാൻ പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു. ഓൻ്റെ ഉമ്മയെല്ലായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ അവൻ്റെ ഉമ്മാനോട് ചോദിച്ചു, ഇവനെ ഞാൻ ഇവിടെ എൻ്റെ ഒന്നിച്ച് നിർത്തിക്കുമ്പോൾ ആൾക്കാരെ ചോദിച്ചാൽ ഞാൻ എൻ്റെ കസിനാന്ന് പറഞ്ഞോട്ടെ ചോദിച്ചു. പറഞ്ഞോന്ന് പറഞ്ഞു. കാരണം 18 വയസ്സായിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഇഷ്യൂ, ലീഗൽ ഇഷ്യൂ ഏതോ വന്നില്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള ലെവലിൽ എനിക്ക് അവനെ നോക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ കസിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കസിനാന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് അത്രയും ഫോളോവേഴ്സ് കയറിയത്, അല്ലെങ്കിൽ ആൾക്കാർ അത്രയും കയറിയത് അല്ലേ? ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഓരോ കാര്യങ്ങളും അവരവരെ ആവശ്യത്തിന്, അവരവരുടെ റീച്ചിന്, അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം അസ്പാക്കി